ഹലോ, ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് സെയിൽ കൊടുക്കുന്ന ചെടികളാട്ടോ ഇത്. ഇന്നലെയും ഞാൻ കുറച്ച് ഭാഗങ്ങൾ വിട്ടിനി. അപ്പം ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് ബാക്കി ഭാഗങ്ങളായിട്ടാട്ടോ ഇത് വിടണത്. ഒരുപാട് ആൾക്കാർക്ക് കമൻറ്റിൽ വന്നൊരു ചോദ്യമായിരുന്നു ചെടി സെയിലിന് കൊടുക്കുമോ എന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കൊടുക്കുന്ന ചെടികളാണ് നമ്മളൊന്ന് കാണിക്കാൻ പോണത്. ഇന്നലെ കുറച്ച് ഓർഡർ കിട്ടി, നമ്മളതവർക്ക് അയച്ചു കൊടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും കേട്ടോ. നമ്മളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെ ചെടീൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പുല്ല് മുളയ്ക്കുമല്ലോ. ഇപ്പോൾ ഒരു മഴൻ്റെ സമയമാണല്ലോ. അപ്പം മഴ വരുമ്പോഴത്തേനും എന്താ വേഗം പുല്ലുകൾ മുളയ്ക്കും. അപ്പം അതിൻ്റെ ഇടയിലുള്ള പുല്ലുകളൊക്കെ ഇങ്ങനെ അതിൻ്റെ പറിച്ച് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ ഒരു പുല്ല് ഇല തൊഴിയണത് അതൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് സംരക്ഷിച്ച് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഈ ചെടികൾക്കുള്ള ഭംഗി എന്നോട് നഷ്ടപ്പെടും. അതിൻ്റെ ഉള്ളിൽ ചെറിയ പുല്ലുകൾ ഉണ്ടല്ലോ, ഈ വളരുന്ന തരം പുല്ലുകളുടെ പടർന്ന് പിടിക്കുന്ന അതൊക്കെ പെട്ടെന്ന് തന്നെ പറിച്ച് ഒഴിവാക്കിയില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരും. നമ്മുടെ ചെടികൾക്ക് ഭയങ്കര ഒരു ഇത് കൊണ്ട് വരും കേട്ടോ, ഒരു ഹെൽത്ത് ഇല്ലാതാവും. അപ്പം നമ്മളെന്താണ് അതൊക്കെ പറിച്ച് ഒഴിവാക്കി ഉഷാറാക്കി എടുക്കണം. കണ്ടില്ലേ, നമ്മളെ ചെടികളിലൊക്കെ അതാ പൂവിട്ട് നല്ല ഉഷാറിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്നലെ ഇട്ട വീഡിയോക്ക് കുറച്ച് ഓർഡറുകളും കാര്യങ്ങളും നമുക്ക് കിട്ടീനി കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ കയ്യിലുള്ള വേറൊരു വെറൈറ്റി കളറുകളാണ് കേട്ടോ ഇത്. ഇത് ഉണ്ട പൂവുള്ളതല്ല, ഇത് സാധാ ഒരു പൂ കേട്ടോ. ഇത് നല്ല ഭംഗി തന്നെയാണ്. ഇപ്പം നമ്മളെന്താ പറയുക, ഇതൊക്കെ ഒരു ഭംഗിയില്ലാത്ത രീതിയിലായിട്ട് നമുക്ക് കാണുന്നത്. ഇന്നൊക്കെ ഒരുപാട് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. അപ്പം നമുക്ക് ഇതുപോലെ മാറ്റി നടുകയൊക്കെ ചെയ്യണം കേട്ടോ. അതിൻ്റെ ഇടയിലുള്ള പുല്ലും ഇലകളും ഒക്കെ പറിച്ച് ഒഴിവാക്കി വൃത്തി തന്നെ നമുക്ക് മാറ്റി വെക്കണം. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതൊക്കെ വെറൈറ്റികളാണ് നമ്മളെ കയ്യിലുള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൽ മഞ്ഞ പൂവുള്ളത് ഒരുപാടുണ്ടായിനി. അപ്പോൾ മഞ്ഞ കളറാണ് ഒരുപാട് ആൾക്കാർക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇന്ന് ഒരുപാട് മഞ്ഞ കളറ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓർഡർ ഉള്ളതിനനുസരിച്ച് കൊടുക്കണമല്ലോ. അപ്പം നമ്മളെ കയ്യിലുള്ള കളറുകൾ ഇതാണ്. മറ്റതും ഉണ്ട്, ആവശ്യമുള്ളവർക്ക് അതും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അത്ര വലിയൊരു ഭംഗിയില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പം നമ്മളെ കയ്യിൽ ഉള്ള സ്റ്റോക്ക് ഉള്ളത് കാണിച്ചു തരിക എന്നുള്ളത് കേട്ടോ. ഇതും നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. അതല്ലേ, നമുക്കിതൊക്കെ എന്താണ് റോസാപ്പൂവിനായിട്ടും നല്ലൊരു വെറൈറ്റി ഭംഗിയായിട്ട് തന്നെ കാണാൻ കഴിയും കേട്ടോ. പിന്നെ ഈ ചെടി നമുക്ക് കൊടുക്കാനുള്ള ചെടികളാണ് കേട്ടോ. അതൊക്കെ അതാ പൂവിട്ടിരിക്കണം. നമുക്ക് ഇതിൻ്റെ തഴിയായിട്ടാണെങ്കിൽ അങ്ങനെ അതുപോലെ മാറ്റി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോ ചെടികൾ ഇങ്ങനെ കാണിക്കണത് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണുള്ളതെന്നൊക്കെ നിങ്ങൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക. വാട്സപ്പായിട്ട് ഞാൻ എന്താണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഓരോരുത്തർക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നിട്ട് വോയിസ് ഇടുക. അപ്പോൾ വിളിച്ചാൽ നമ്മൾ ചിലപ്പം ഫോൺ എടുക്കാൻ കഴിയില്ല. ഒക്കെ വാട്സപ്പിൽ വോയിസ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതിനുള്ള റീപ്ലൈ ഞാൻ തരുന്നതാണ്. അപ്പോൾ അടുത്ത ചെടിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഒരുപാട് ചെടികളുണ്ട്. ഓരോ ദിവസം ഓരോന്നായിട്ട് ഞാനിങ്ങനെ കാണിച്ചു തരുന്നുണ്ട് ഏതൊക്കെയാണെന്ന്. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല, കുറഞ്ഞ റേറ്റിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ കൊറിയർ ചാർജ് കേട്ടോ, ചെറിയ രീതിയിലുള്ള ഒരു കൊറിയർ ചാർജും വരും കേട്ടോ. അതൊക്കെ നമ്മൾ വാട്സപ്പിൽ ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടികളായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 10 മണി ചെടി പറഞ്ഞത് വെറൈറ്റി വേറെ മഞ്ഞ കളറുള്ളതും വേറെ ഉണ്ട പൂവായിട്ടത് ഉള്ളതൊക്കെയാണ് കേട്ടോ. ഇതിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കി വെച്ചിട്ടാണ് ഇതിലിങ്ങനെ ഇതുപോലെ ഇല്ലാത്തത്. ഒഴിവാക്കിയതല്ല, നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൽ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ചു കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ ഇങ്ങനെയുള്ള തണ്ടല്ല, നല്ല പിടിച്ചാൽ തന്നെ നമ്മൾ നടുമ്പോൾ തന്നെ നല്ല പിടിച്ച് നല്ല ശക്തിയുള്ള തണ്ടുകൾ തന്നെ കേട്ടോ നമ്മൾ കൊടുത്തയക്കല്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിക്കാം. അപ്പം നമ്മളെ കയ്യിലുള്ള ചെടികളൊക്കെയാണ് കേട്ടോ ഇത്. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഒക്കെ അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് റാഹത്താണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ അയച്ചു തരുമോ എന്നുള്ളത് ചോദിച്ചതുകൊണ്ടുള്ളൊരു വീഡിയോ ആയിട്ടാട്ടോ അത് വന്നത്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.